ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ തിരുമുറിവാർന്ന വലതുകരം ആണിപ്രധാന അത്ഭുതകരത്തെ തണലിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. കർത്താവെ, ഞങ്ങളുടെ കരുണയായിരിക്കണമേ. കർത്താവ്, ഈ പ്രഭാതത്തിൽ നിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന മക്കളോട്, നിന്റെ അവകാശമോഹരിമാകുന്ന മക്കളോട് കർത്താവെ, നിന്റെ തിരുരത്തത്തെ ഓർത്തും തിരുവിലാനും മുറിവിനെ ഓർത്തും മുഴുക്കിടത്തെ ഓർത്തും കർത്താവെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കൃപാസനത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ കൃപാസനത്താരെ നർത്തങ്കിലേക്ക് നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് ജപമാലകളുടെ ശക്തിയാൽ ഈ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോരോ ജീവിത ക്ലേശങ്ങളിരിക്കുന്നവരെ നീ പ്രാർത്ഥന കൊണ്ട് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് കണ്ണ് സന്ധ്യയിൽ കരച്ചിൽ വരുന്ന പ്രഭാത സന്തോഷം എന്ന് പറഞ്ഞവരെ കർത്താവ്, ആ പ്രഭാതത്തിൻ്റെ സന്തോഷം ഈ പ്രഭാതത്തിൽ കർത്താവ് അവരുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാകാത്തത് പഠിച്ചു കഴിയുമ്പോൾ പിന്നീട് തലയിൽ ഒന്നും തങ്ങി നിൽക്കാത്തവർ, എന്ത് കർത്താവ് പരീക്ഷ പ്രതിഫലിക്കാൻ കഴിയാത്തവർ, കഴിഞ്ഞ പരീക്ഷകളിൽ തോറ്റുപോയെന്നവർക്ക് തോന്നുന്നവർ, മാർക്ക് കുറവായി പോകുന്നത് ആശങ്കയോടെ പിന്നീട് പഠിച്ചിട്ടൊന്നും മനസ്സിലാകാതെ മനസ്സ് തകർന്നു പോയവരുണ്ട്. കർത്താവ്, പഠിക്കാനുള്ള ഇച്ഛാശക്തി കുറഞ്ഞു പോയവരുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കർത്താവ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യുന്ന ഉടമ്പടിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾ അവിടെ കഴിവിനെ കളുപ്പെടുത്തി അങ്ങയുടെ കൃപയിൽ കർത്താവ് ആ മക്കളെ അങ്ങ് ശ്രദ്ധിക്കട്ടെ. അമ്മയെ പരിശുദ്ധമ്മ കാനായിലെ കല്യാണ കുടുംബത്തിൽ കടന്നു ചെന്നുകൊണ്ട് കുടുംബത്തിൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് അവർക്കില്ല അവിടെ ഇല്ലായ്മ കർത്താവിൻ്റെ തിരുസി സമർപ്പിച്ച അമ്മയെ പരിശുദ്ധമ്മ ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളും അങ്ങയുടെ തിരുസന്നിധിയിൽ യേശുക്രിസ്തു ഉന്നതമായ നാമം സമർപ്പിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ
നാമത്തെ ആശീർവദിക്കുന്നു. തിരുവിതാരം മുറിവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. അവൻ്റെ മുഴുകിടത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ ഉയർത്തുന്നേപ്പിൻ്റെ ഉന്നതമായ വിജയത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നു. കർത്താവ് പറമ്പ്, സ്ഥലം, അതിൻ്റെ കേസ്, കടം, ജപ്തി, അതിൽ നിന്ന് തലഊരാൻ വേണ്ടിയുള്ള പിടഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളെ നീ സന്ധിക്കണം. അവർക്ക് സഹായിക്കാൻ ആരുമില്ലാത്തവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് രാത്രിയും പകലും ഓടുന്നവരുണ്ട്. അപ്പോൾ രാത്രി വരുമ്പോൾ മാതാപിതാക്കന്മാരുടെ മുഖം കാണിക്കാതിരിക്കാൻ വേണ്ടി പരാജയപ്പെട്ടും തകർന്നും ഒന്നും നടക്കാതെ തിരിച്ചു വരുമ്പോൾ സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും വീട്ടുകാരോട് കലഹിക്കുന്നവരുണ്ട്. കർത്താവ് വീട്ടിൽ കയറാത്തവരിക്കുന്നവരുണ്ട്. ഈശോയെ മിണ്ടാതെ നടക്കുന്നവരുണ്ട്. ഈശോയെ പലതരത്തിൽ വൈകാരികമായിട്ട് നെഗറ്റീവായിട്ട് വിഷയങ്ങളെ സമീപിച്ചിട്ട് കർത്താവ് ദൈവത്തിന് പോലും എന്നെ വേണ്ടല്ലോ എന്നോർത്ത് ചിന്തിക്കുന്ന, എനിക്ക് ആയുമില്ലെന്നോർത്ത് വിഷമിക്കുന്ന, വേദനിക്കുന്ന വ്യക്തിഗതകളിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കർത്താവ് നിങ്ങൾക്കിത് ചെയ്ത് അവനിത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി സിനഗോഗ് പണി തന്നിട്ടുണ്ടെന്ന് യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്ന ശതാധിപൻ്റെ പ്രാർത്ഥന, കർത്താവ് റോമൻ പൗരൻ്റെ പ്രാർത്ഥന, കർത്താവ് അതിനോട് കർത്താവ് അപ്പോസ്തലന്മാർ അവർക്ക് വേണ്ടി യഹൂദ പ്രമാണികൾ ആ മനുഷ്യന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പോലെ ഞങ്ങൾ മധ്യസ്ഥം വഹിക്കുന്ന കർത്താവ് പ്രാർത്ഥന കൊണ്ടോ കർത്താവ് സാധാരണ അവരുടെ സ്വതസിദ്ധമായ സ്വാഭാവികമായ പുണ്യപ്രവർത്തികൾ കൊണ്ടോ നേടാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഈ പകലിൽ മുഴുവനും അവർ കടന്നു പോകുന്ന ഓഫീസുകൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, തൊഴിലിടങ്ങൾ, വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഓരോ പരിശ്രമങ്ങൾ, അതിൻ്റെ പരാജയങ്ങൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരണങ്ങൾ ആവശ്യിക്കേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകണം. കർത്താവ് അകന്നു പോകാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ തന്നെ അവസാനം നിങ്ങളിങ്ങനെ വഴക്കിട്ട് പിരിഞ്ഞു പോകാൻ ഞങ്ങളെന്ത് ജനിപ്പിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരുടെ വേർപിരിയലിൽ നിന്ന് വേദനിക്കുകയും കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് അവർക്ക് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ വളർന്നു വരാൻ പറ്റാത്ത അന്തഛിദ്രം ബാധിച്ച കുടുംബങ്ങളുടെ മേൽ കർത്താവ് നിന്റെ അഭിഷേകം അയക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് മനുഷ്യൻ്റെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. തീർച്ചയായും കർത്താവ് അങ്ങയുടെ കൃപയാൽ തന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവെ നിങ്ങളുടെ ഓരോ യാത്രയിലും കർത്താവെ അങ്ങയുടെ മക്കളുടെ ഓരോ യാത്രയിലും അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണമേ. കർത്താവെ നിൻ്റെ നാമത്തിലുള്ള പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമേ. കർത്താവിൽ വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവരെ പലയിടത്തും അതുപോലെ തന്നെ കോളേജുകളിലും മറ്റു ജോലികളിലും കർത്താവെ പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നവർ, എംബസി തടസ്സങ്ങളുള്ളവർ, അതുപോലെ തന്നെ ഓരോരോ സ്പോൺസേഴ്സിൻ്റെ തടസ്സങ്ങളുള്ളവർ, പണം വാങ്ങിച്ചിട്ട് പിന്നീട് പറ്റിച്ചുകയും പിന്നീട് അവരെ വിളിച്ചിട്ട് പോലും ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കാതിരിക്കുകയും സമയങ്ങൾ വെറുതെ നീണ്ടുപോവുകയും ചെയ്യുമ്പോൾ വേദനിക്കുകയും വിഷമിക്കുകയും പരീക്ഷ കൂടുകയും ചെയ്ത് സങ്കടപ്പെടുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള എല്ലാവരെയും ഇന്നൊരു ദിവസം കർത്താവ് അങ്ങയുടെ തിരുസ്ഥ ഞാൻ കുർബാന അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്ത് അത്ഭുതങ്ങൾ, നിങ്ങളുടെ കഴിവുകൊണ്ട് നടക്കാത്ത കാര്യകർത്താവിൻ്റെ കൃപ കൊണ്ട് നടന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ ദൈവമാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വരായി നീക്കുക. ആമേൻ. വിശപ്പ്, അതുപോലെ തന്നെ ദാരിദ്ര്യം ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം സൃഷ്ടിക്കുകയാണ്. ഇതെന്തിനാണ്? ഇത് ഓർക്കാൻ വേണ്ടിയാണ്. എന്താണ് ഓർക്കാൻ വേണ്ടിയത്? മരുഭൂമികൾ സൃഷ്ടിക്കുകയാണ് ദൈവം. കാര്യം പണ്ട് മരുഭൂമിയെ യഥാർത്ഥ മരുഭൂമിയിലൂടെ അങ്ങയുടെ മക്കളെ അങ്ങ് വിട്ടിരുന്നു. അതിൻ്റെ ഉദ്ദേശം അവരെ എളിമപ്പെടുത്തുകയായിരുന്നു. അതുവരെ എന്നിട്ട് പ്രലോഭനങ്ങളിലൂടെ അവർ കടന്നു പോയപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അറിയുക, അവർ പാലിക്കുകയില്ലെന്ന് അവരെ കൊണ്ട് തന്നെ അവരെ ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യുകയാണ്, വിചിന്തനം ചെയ്യിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കാലഘട്ടം വന്നപ്പോൾ പിന്നെ മരുഭൂമിയുമില്ല, പരീക്ഷയുമില്ല. അപ്പോൾ സഭ എന്ത് ചെയ്ത് ഒരു കൃത്രിമമായ മരുഭൂമിക്കാലം സൃഷ്ടിക്കും. നമ്മളുടെ ജീവിതത്തിലും ഇതുപോലെ മരുഭൂമികൾ ഉണ്ടാകും. ചിലപ്പോൾ ജപ്തി നടപടി, ഇപ്പോൾ മാർച്ച് മാസമല്ലേ, ജപ്തിയുടെ ഹയർ കളിയാണ്. വെച്ച് കഴിഞ്ഞാൽ ജപ്തിയുടെ പല ആൾക്കാരും ഇറങ്ങി കൊടുക്കേണ്ടി വരുമോ എന്ന് തന്നെ നമുക്ക് പാർപ്പിടം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക ദാരിദ്ര്യം വിഷമിപ്പിക്കുന്ന പലയിടത്തും ചോദിച്ച് നമുക്ക് കിട്ടണില്ല പൈസ. ബാങ്ക് പറയുമ്പോൾ പറയും അത് ഈ സഹായിക്കാൻ പറ്റുകയില്ല. പക്ഷേ ജപ്തി നടപടി വരുന്നത് ഇപ്പോഴാണ്.
ഇയർ എൻഡിങ് കഴിയുമ്പോൾ നമ്മുടെ ജപ്തിയും കൊണ്ട് അവർ പോവുകയും ചെയ്യും. അപ്പോൾ ഒരേ ബാങ്കിൻ്റെ സിസ്റ്റം തന്നെ നമ്മളെ ഒരേ സമയം തന്നെ കഴുത്തിന് ചവിട്ടുകയും അതേസമയം രക്ഷിക്കാനുള്ള വാതിൽ അവർ തന്നെ അടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മരുഭൂമിയല്ല പിന്നെ എന്താ നമ്മൾ അനുഭവിക്കണത്? ജോസഫ് അച്ഛൻ ഇത് നിങ്ങളോട് പറയുമ്പോഴുണ്ടല്ലോ, ഞാൻ 21 ലക്ഷം ആൾക്കാരെ ഈ 77 ഇന്ന് വരെ കണ്ടിട്ട് ഇതുപോലെ അനേകം ആത്മഹത്യാ മുൻപ് ജീവിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടും ആ സമയത്ത് സുവിശേഷം സ്വീകരിച്ചതും അങ്ങനെ സ്വീകരിച്ചതിൻ്റെ പേരിൽ ദൈവം അവരോട് എങ്ങനെ വിശ്വസ്ത കാണിച്ചുകൊണ്ട് ഈ വിഷയത്തെ അതിജീവിച്ചതെന്ന് എനിക്ക് അനുഭവങ്ങളുണ്ടെങ്കിലേ, ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട്. അതാണുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടിടക്കരുത്, മറിച്ച് നിങ്ങൾ വിശുദ്ധീകരിക്കുക, നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വാക്കാണത്. അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും, അതിനകത്ത് മാറ്റമില്ല. കാര്യം എന്താ, ഇങ്ങനെയുള്ള ദുർഘടമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുമ്പോഴും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾ വിശപ്പറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ, വേദന അറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ, രോഗം അറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ, കടങ്ങൾ അറിയാൻ വിടുന്നെന്ന് പറയുമ്പോൾ ദൈവത്തിന് അത് ലക്ഷ്യമുണ്ടെന്ന് ഓർക്കണം. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൻ്റെ ചൈതന്യം ഇരട്ടി ശക്തി ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനത്തിൽ സഹകരിച്ചുകൊണ്ട് ഉന്നതമായ വിജയം ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ പേര് നാൻസി സോജൻ. ഞാൻ കാട്ടൂര് ചെറിയപുഴി ഇടവക ദേവാലയത്തിൽ നിന്ന് വരുന്നു. 2018 ഡിസംബർ 12-ാം തീയതിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഇത് കൃപാസനത്തിലെ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് വിവാഹത്തിന് ശേഷം 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുഞ്ഞ് ഉണ്ടായത്. അന്നിവിടെ മരിയൻ തപസ്സിലൂടെയൊക്കെ വന്ന് 3 മരിയൻ തപസ് കൂടുകയും ദമ്പതി ധ്യാനമൊക്കെ കൂടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചപ്പോൾ ഈ അൾത്താരയിൽ വന്ന് ഞങ്ങൾ കുടുംബസമേതം വന്ന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞതാണ്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. 2015 ഉടമ്പടി ഞാൻ ഇവിടെ വന്ന് 2015 വന്ന് എടുത്തായിരുന്നു. ആ സമയത്ത് ഞാൻ വെച്ച നിയോഗത്തിൽ എനിക്ക് ഞങ്ങൾക്കൊരു ഭവനം ലഭിക്കുന്നതിനും എനിക്കൊരു വർഷങ്ങളായിട്ട് ഞാൻ PSC പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനും വേണ്ടി ഞാൻ ആ നിയോഗം വെച്ചിരുന്നു. ആ നിയോഗത്തിൽ അതിനുശേഷം ഞാൻ അച്ഛനെ പോയി കലവൂർ സെൻറ്റ് ജോസഫ് ദേവാലയത്തിലാണ് അച്ഛനന്നിരുന്നത്. അച്ഛനെ പോയി കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത്, നിനക്ക് ഗവൺമെൻറ് ജോലിക്ക് തടസ്സമാണ് കാണുന്നത്, പരിശുദ്ധ അമ്മയുടെ കൃപ നിനക്ക് അത്രമേലുണ്ടെങ്കിലാണ് ഒരു ജോലി ലഭിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് കുഞ്ഞിനെ അന്ന് അച്ഛനെ കാണാനായിട്ട് വന്ന സമയത്ത് മെസ്സേജ് എടുത്തപ്പോഴും എനിക്ക് തടസ്സമായിരുന്നു കണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ അപ്പോൾ പ്രാർത്ഥനയിലുള്ളവളാണ്, നീ പ്രാർത്ഥിച്ചോളൂ, ഞാനും പ്രാർത്ഥിച്ചോളാം, ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ, പരിശുദ്ധ അമ്മ നിനക്ക് ജോലി തരുമെന്ന്. ആ ഒരു വാക്കിൻ്റെ ബലത്തിൽ ഞാൻ വീണ്ടും എൻ്റെ പഠനം ആരംഭിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ പഠിച്ചിരുന്നത് ഡിഗ്രി കഴിഞ്ഞ് BSc ബോട്ടണി ആയിരുന്നു. അതിനുശേഷം ഞാൻ PGDC പഠിച്ച് ഞാൻ ഒരു PSc പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ടൈപ്പിസ്റ്റ് തസ്തികയിലുള്ള പരീക്ഷകളൊന്നും എനിക്ക് എഴുതാൻ സാധ്യമായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ടൈപ്പ് തന്നെ പഠിക്കണമെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ടൈപ്പ് പരീക്ഷ പഠിക്കാനായിട്ട് പോയി. അങ്ങനെ ടൈപ്പിൻ്റെ ലോവർ ഇംഗ്ലീഷും മലയാളവും ഞാൻ പാസ്സായി. അതിനുശേഷം വീണ്ടും ഞാൻ PSc പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ 2018 വന്ന് വീണ്ടും ഇവിടെ ഒരു ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ആദ്യം 2015 എടുത്ത ഉടമ്പടി നഷ്ടപ്പെടുകയുണ്ടായി. 2018 ഡിസംബർ 12 വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിലും വീണ്ടും ഞങ്ങളുടെ ഭവനത്തിൻ്റെ കാര്യം, ഒരു ഭവനം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും മറ്റു ആവശ്യങ്ങളും ഞാൻ എഴുതിയിട്ടു. അതിൽ ഞാൻ വീണ്ടും കൊറോണയുടെ സമയം വന്ന സമയത്ത് എനിക്കിവിടെ വരാൻ സാധിക്കാതിരിക്കുകയും എൻ്റെ ആ ഉടമ്പടി പുതുക്കലൊന്നും മുടങ്ങിപ്പോവുകയും ചെയ്തു. എങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിരുന്നില്ല. പ്രേക്ഷിത വേലയായിരുന്ന പത്രവിതരണവും ഞാൻ ഒരിക്കലും മുടക്കിയിരുന്നില്ല. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം ഞാൻ 2000 പരീക്ഷകളും എഴുതിക്കൊണ്ടിരുന്നു. പഠനത്തിലും പഠിക്കാൻ PSc കോച്ചിങ്ങിനും പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്കൊരു പരീക്ഷയിലും വിജയം കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും ഞാൻ വന്നില്ല. 2021 എനിക്ക് ഒരു LD ടൈപ്പിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചു. എങ്കിലും എനിക്ക് ജോലി ലഭിച്ചില്ല. അത് എനിക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിലായിരുന്നു ഞാൻ വന്നത്. എനിക്ക് ജോലി ലഭിച്ചുമില്ല. 2020 വീണ്ടും ഞാൻ ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ പരീക്ഷ എഴുതുകയുണ്ടായി. ആ ക്ലർക്ക് ടൈപ്പിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ വന്നു. ആ റാങ്ക് ലിസ്റ്റിൽ വന്ന സമയത്ത്
അപ്പോഴും ഞാൻ 56 പേരുടെ ലിസ്റ്റാണ് അതിലുണ്ടായിരുന്നത്. ആ 56 പേരുടെ ലിസ്റ്റിൽ ഞാൻ 3ാമത്തെ LC ആയിരുന്നു. ലാറ്റിൻ കത്തോലിക്കലിൻ്റെ ലിസ്റ്റിൽ ഞാൻ 3ാമത്തെ ആളാണ്. ഈ 56 പേരുടെ ലിസ്റ്റിൽ ഈ 3ാമത്തെ LCക്ക് അവിടെ ഒരു സ്ഥാനമില്ല. അപ്പോൾ എനിക്ക് വളരെ സങ്കടമായി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ തൊട്ട് മുമ്പിലുള്ള ആ ലാറ്റിൻ കത്തോലിക്കലായിട്ടുള്ള ആ കുട്ടിക്ക് ഗവൺമെൻറ് ജോലി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ കുട്ടി ഈ ജോലിയിലേക്ക് വന്നില്ല എങ്കിൽ അതെനിക്ക് കിട്ടും എന്നുറപ്പാണ്. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥനയിലായിരുന്നു. ആ കുഞ്ഞിതിലേക്ക് വരാതെ എനിക്ക് ആ ജോലി വന്നില്ലെങ്കിൽ കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 2023 മെയ് 31-ാം തീയതി ഞാൻ കൃപാസനത്തിലെ പത്രത്തിൽ ഒരു കാണുകയുണ്ടായി, ഇങ്ങനെ കൃപാസനത്തിൽ കമ്പ്യൂട്ടർ യോഗ്യതയുള്ള ഒരു പ്രേക്ഷിതയെ ആവശ്യമുണ്ട് എന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വരികയും എന്നെ അച്ഛൻ കാണുകയും എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2023 മെയ് 31-ന് കൃപാസനത്തിലെ പ്രേക്ഷിതയായി ഞാനിവിടെ എത്തി. ആ സമയത്ത് കൃപാസനത്തിൽ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയുടെ, എനിക്ക് ഒത്തിരി സന്തോഷമാണെന്ന് എനിക്ക് തോന്നിയത് കൃപാസനത്തിൽ പ്രേക്ഷിതയായി വന്നപ്പോൾ. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയുടെ പ്രേക്ഷിത വേലയ്ക്ക് ശേഷം അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ആ ജോലി തരണം. കാരണം വേറൊന്നുമല്ല, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ് എൻ്റെ ഈ ജോലി. അപ്പോൾ എനിക്ക് ആ ജോലി തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ആ ജോലി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ കൃപാസനത്തിൽ വളരെ സന്തോഷത്തോടെ എൻ്റെ പ്രേക്ഷിത വേലയൊക്കെ ചെയ്ത് ഞാൻ പോയി. അങ്ങനെ ഇരുന്ന സമയം ഞാൻ പ്രാർത്ഥന എല്ലാ ദിവസവും വന്ന മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലൊക്കെ ഇത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ 2023 ഡിസംബർ 31 ആ ദിവസം ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് എല്ലാ ദിവസവും രാവിലെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നാളെ ന്യൂ ഇയർ ആണ്, 2024 പിറക്കുകയാണ്. അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 2023 അമ്മ എന്നെ കൃപാസനത്തിലെ പ്രേക്ഷിതയായി കൊണ്ടുവന്നു. അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ആ ജോലി തരണേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്കെൻ്റെ ഫോണിലേക്ക് വരികയാണ്, എനിക്ക് തൊട്ട് മുമ്പുള്ള ആ ലാറ്റിൻ കത്തോലിക്ക എന്ന ആ കുട്ടി എന്നോട് വിളിക്കുകയാണ്. ആ മോൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് എന്തായാലും ജോലി ഉണ്ടല്ലോ, എനിക്ക് ഈ ജോലി എന്തായാലും ഇതിലേക്ക് ഞാൻ വരില്ല, ചേച്ചിക്ക് ഞാനിത് ഡിലീഷൻ തരാം, ആ ഡിലീഷൻ പേപ്പറുകളൊക്കെ ആയിട്ട് ചേച്ചി വന്നോളൂ, ഞാൻ എവിടെയാണ് വെച്ചാൽ സൈൻ ചെയ്ത് തരാമെന്ന്. പെട്ടെന്ന് തന്നെ എനിക്ക് വളരെ സന്തോഷമായി. അമ്മയോട് പ്രാർത്ഥിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടി എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അന്ന് പിറ്റേ ദിവസം തന്നെ അതിൻ്റെ പേപ്പറുകളൊക്കെ ആയിട്ട് ആ കുഞ്ഞിൻ്റെ വീട്ടിൽ ചെല്ലുകയും ആ കുഞ്ഞെനിക്കെല്ലാം ഒപ്പിട്ട് തരികയും ചെയ്തു. അത് ഞങ്ങൾ PSCക്ക് സമർപ്പിച്ചു. അങ്ങനെ ആ കുട്ടിയുടെ പേര് ആ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. അടുത്ത LC ഞാനാണ്. ലാറ്റിൻ കത്തോലിക്ക അടുത്ത റാങ്ക് എൻ്റെതായി വന്നു. അങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് 3ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ആ സമയം ഞാൻ പറഞ്ഞു, വർഷങ്ങളായി 5 വർഷമായി ഞങ്ങൾ വീടിൻ്റെ കല്ലിടൽ നടത്തി, ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലായിരുന്നു. ആ സമയങ്ങളിൽ അപ്പോൾ ഈ ഉടമ്പടിയുടെ 3ാമത്തെ പുതുക്കൽ വെച്ച ശേഷം ഞങ്ങളുടെ വീടിൻ്റെ പണി എത്രയും പെട്ടെന്നാണ് പൂർത്തീകരിക്കുവാൻ സാധിച്ചതും മെയ് 11-ന് ഞങ്ങൾക്ക് പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുവാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ഈ ഉടമ്പടി എൻ്റെ ഈ വേക്കൻസി അവിടെ PSCക്ക് ആ ജോലിയുടെ വേക്കൻസിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവും അതിൻ്റെ കൂടെ എന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികളുമൊക്കെ പോകുമായിരുന്നു. ഈ ക്ലർക്ക് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ല, അത് വളരെ റെയറായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേ ഉള്ളൂ. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ പോയി ഒഴിവുകളുണ്ടോ, പിന്നെ ആരെങ്കിലും പ്രമോഷൻ ആയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പോകുമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം വന്നിട്ട് പറയുമോ ഇതൊന്നും ലഭിക്കുമെന്ന് തോന്നുന്നില്ല, അത്രയ്ക്ക് ഇത് വേക്കൻസി ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് നിരാശനായി വരുമായിരുന്നു. ആ സമയങ്ങളിൽ എൻ്റെ ഭർത്താവും ആ വേറെ റാങ്ക് ലിസ്റ്റിലിട്ട കുട്ടികളുമൊക്കെ പോകുന്ന സമയം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പൊതിഞ്ഞ് ആ പേഴ്സിൽ വെച്ച് ഞാൻ കൊടുത്തു വിടുമായിരുന്നു. ഞാൻ ഒരു ഓഫീസിലും പോയില്ല, ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ എങ്ങും ഇതുവരെ പോയില്ല. ഞാൻ ഇവിടെ നിന്ന് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ, അച്ഛൻ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ആ സമയങ്ങളിലെല്ലാം എൻ്റെ ഭർത്താവ് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പോകുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ആ ഉടമ്പടി കാശ് രൂപം പ്രാർത്ഥിച്ചു കൊള്ളുകയാണ് ചെയ്തിരുന്നത്. പരിശുദ്ധ അമ്മ ഏശയ്യ 45:2 പറയുന്ന പോലെ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേരുചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും.
അങ്ങനെ അമ്മയും ഈശോയും എനിക്ക് മുമ്പേ പോവുക തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ മെയ് മാസം വണക്കം ഇവിടെ നടത്തിയ സമയങ്ങളിൽ വണക്കത്തിലെ നിയോഗങ്ങളിലെല്ലാം ഞാൻ ഇത് എഴുതിയിരുന്നു. എനിക്ക് എൻ്റെ ആ ജോലി ലഭിക്കണേ, എത്രയും പെട്ടെന്ന് ഒഴിവ് റിപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെ ഞാൻ എഴുതിയിട്ടിരുന്നു. അപ്പോൾ വണക്കമാസത്തിൻ്റെ അവസാന ദിവസം മെയ് 31-ാം തീയതി അച്ഛൻ പറഞ്ഞു, ഈ മാസം ഇവിടെ വണക്കമാസത്തിൽ വെച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും എല്ലാ ഫയലുകളും പരിശുദ്ധ അമ്മ ഒപ്പിട്ടിട്ടുണ്ട് എന്ന്. ചിലർക്കത് നേരത്തെ തരും, ചിലർക്ക് താമസമുണ്ടാകുമെന്ന്. ഞാൻ കാത്തിരുന്നു. അമ്മ എനിക്ക് താമസം ഉണ്ടെങ്കിലും അതെനിക്ക് തരും, അച്ഛൻ പറഞ്ഞ പോലെ ആ ഫയലോ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ ജപമാല മാസങ്ങളിലെല്ലാം ജപമാല എത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഞാനിത് നിയോഗങ്ങൾ വെച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധ അമ്മ ആ ഒക്ടോബർ മാസമാണ് പെട്ടെന്നാണ് ഈ ഒഴിവൊന്നും ഇല്ലാതിരുന്ന ഈ പോസ്റ്റിൽ പെട്ടെന്നാണ് ഒഴിവുകളൊക്കെ വന്നത്. എനിക്ക് 6 ഒഴിവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആ ജോലിക്ക് കയറാമായിരുന്നു. എന്നാൽ ഒക്ടോബർ മാസം എത്രയും പെട്ടെന്ന് 5 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ കൂടെ ഈ വർക്കിന് പോകുന്ന പെൺകുട്ടികളൊക്കെ എന്നോട് ചോദിച്ചു, നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഈ ഒഴിവുകളൊക്കെ ഉണ്ടാക്കുകയാണോ എന്ന്. അത് തന്നെ പരിശുദ്ധ അമ്മ ഞങ്ങൾ എൻ്റെ പ്രാർത്ഥന കേൾക്കുക തന്നെയായിരുന്നു. ഒഴിവുകളൊക്കെ പെട്ടെന്നാണ് അത്ഭുതകരമായി അമ്മ നടത്തി തന്നത്. അങ്ങനെ ആ 5 ഒഴിവിലെ ഞാൻ ഉൾപ്പെട്ടില്ല. 6ാമത്തെ ഇനി ഒരു ഒഴിവ് കൂടെ വേണമായിരുന്നു. പക്ഷേ നവംബർ മാസം 4-ാം തീയതി തന്നെ ആ ഒഴിവ് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അത് ആരും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് അതിന് ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു ആ ഒഴിവ് കിട്ടാൻ. പക്ഷേ അത് പെട്ടെന്നാണ് അമ്മ നടത്തി തന്നത്. അങ്ങനെ നവംബർ 4-ാം തീയതി ആ ഒഴിവ് റിപ്പോർട്ടാകുകയും നവംബർ 23-ാം തീയതി എനിക്ക് അഡ്വൈസ് മെമ്മോ ലഭിക്കുകയും ചെയ്തു, ക്ലർക്ക് ടൈപ്പിസ്റ്റായിട്ട്. അത് ആലപ്പുഴ ജില്ലയിലാണ് ഞാൻ എഴുതിയത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ആണ് എനിക്ക് കിട്ടിയത്. ഈ ആലപ്പുഴ അടുത്ത് തന്നെയാണ്. വേറെ എനിക്ക് ആലപ്പുഴ ജില്ല എന്ന് പറയുമ്പോൾ അതിൽ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. എനിക്ക് അവിടം വരെ പോകേണ്ടി വരില്ല. ആലപ്പുഴ ടൗണിൽ തന്നെയാണ് എനിക്ക് ആ ഓഫീസിലാണ് പരിശുദ്ധ അമ്മ ജോലി തന്നത്. ഇന്ന് എനിക്ക് പരിശുദ്ധ അമ്മ അപ്പോയിൻമെൻ്റ് ഓർഡർ നൽകുകയാണ് ചെയ്തത്. ഇതെനിക്ക് ഇന്ന് 11:30 എനിക്ക് ഈ അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിക്കുകയാണ്. ഇനി നാളെ ഞാൻ ജോയിൻ ചെയ്യുകയാണ്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്ക് ടൈപ്പിസ്റ്റായിട്ടാണ് എനിക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ കുടുംബത്തിന് അമ്മ ഒത്തിരി അനുഗ്രഹങ്ങളാണ് തന്നത്. ഞാൻ പറഞ്ഞല്ലോ 7 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായത്. ഭവനം പണി പൂർത്തീകരിച്ചു തന്നു. ഇപ്പോൾ എനിക്കൊരു ജോലിയും തന്ന് അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത വില മുടങ്ങാതെ ചെയ്യുമായിരുന്നു. പത്രവിതരണം മുടങ്ങാതെ തന്നെ എപ്പോഴും കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനും ഭർത്താവും കുഞ്ഞും കൂടെ വൃദ്ധമന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു. ഈശോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഈ അനുഗ്രഹത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒത്തിരി കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഇവിടെ പ്രേക്ഷിതയായി വന്നതിന് ശേഷം എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. എപ്പോഴും ഒരു കൃപ എന്നെ നിറഞ്ഞിരുന്നതായി എനിക്ക് തോന്നുന്നു. എപ്പോഴും ഒരു വലിയ സന്തോഷം മനസ്സിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. അമ്മ എപ്പോഴും ഒരു കൂടെ ഉണ്ടായിരുന്നൊരു ഫീലിങ്. ഒന്നിനെക്കുറിച്ചും ഭയം എനിക്കില്ലായിരുന്നു. ഇവിടെ വന്ന് രാവിലെ അമ്മയെ കണ്ട് വൈകുന്നേരം അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഒരു ഭയവുമില്ല. അമ്മ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള സന്തോഷം എപ്പോഴും ഉണ്ടായിരുന്നു. മനസ്സിലെപ്പോഴും ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. എപ്പോഴും ഒരു സന്തോഷം തന്നെയായിരുന്നു. പിന്നെ ഇവിടെ എത്രയും പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ അംഗീകരിക്കുവാനും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൃപാസന നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ആയുസ്സും ആരോഗ്യമൊക്കെ നൽകി പരിശുദ്ധ അമ്മ ആത്മീയതയിൽ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൃപാസനത്തിലെ ഇവിടെ ശുശ്രൂഷ ചെയ്തു പോയ അച്ഛന്മാരും ഇവിടെ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ അച്ഛന്മാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ സിസ്റ്റേഴ്സ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ എല്ലാ പ്രേക്ഷിത സഹോദരങ്ങളും എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി സ്നേഹിച്ച എന്നെ ഇപ്പോഴും സഹോദരിയെ പോലെ കാണുന്ന എല്ലാ പ്രേക്ഷിത സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. വീണ്ടും എനിക്ക് ഈ കൃപാസനത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രേക്ഷിത വേല ചെയ്യാൻ ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജോഷുവയുടെ പുസ്തകം 23:13 തിരുവചനം അരുളി ചെയ്യുന്നു, നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. നാൻസി മോൾ തൻ്റെ ജോലി സാധ്യത എങ്ങനെയാണ് തനിക്ക് പരിശുദ്ധ അമ്മ കൃപയായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് വച്ചു നീട്ടിയ അമ്മയുടെ കൃപാ കടാക്ഷം തനിക്ക് എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് ഓർഡറായിട്ട് ഇന്ന് കയ്യിൽ ലഭിച്ചത്?
2015 മുതൽ താൻ ആഗ്രഹിക്കുന്നു. അന്ന് മുതൽ PSC എക്സാംസ് എഴുതുന്നു. ഇതിപ്പോൾ ഏത് വർഷമാണെന്ന് നമുക്കറിയാം. നീണ്ട 10 വർഷം. ഈ 10 വർഷവും ഈ മകള് തനിക്കൊരു ജോലി, സ്ഥിരമായ ഒരു ജോലി, ഒരു നിയമനം, അത് തൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അതിന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി താനും തൻ്റെ കുടുംബവും ഉയർന്നതിൻ്റെ അനുഭവ സാക്ഷ്യം ലോകത്തോടും ഒക്കെയും വിളിച്ചു പറയുകയാണ്. അതുതന്നെയാണ് ജോഷുവയുടെ പുസ്തകത്തിൽ നാം കേട്ടത്. നാം പണിയാത്ത പട്ടണങ്ങൾ, നാം അധ്വാനിക്കാത്ത മുന്തിരിത്തോട്ടം, ഇതിൻ്റെയൊക്കെ ഫലം നമുക്ക് തരുന്നത് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപയാണ്. ഉടമ്പടിയുടെ അടിസ്ഥാന തത്വം തന്നെ, അടിസ്ഥാന പ്രമാണം തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് രണ്ടാമത്തെ സാക്ഷ്യം താൻ ഈ അൾത്താരയിൽ പങ്കുവെക്കുമ്പോൾ കുഞ്ഞിനെ ലഭിച്ചതും, അതുപോലെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ കൃപാസനത്തിൽ വന്നതിന് ശേഷം, പ്രേക്ഷിതയായിട്ട് വന്നതിന് ശേഷം പരിശുദ്ധ അമ്മ തന്നെ വഴി നടത്തിയ ഉടമ്പടി വഴികൾ, അങ്ങനെ തന്നെ നമുക്ക് പറയാം. അങ്ങനെ ആ വഴിത്താരകളിലൂടെ താൻ നടന്നു നീങ്ങുമ്പോൾ തനിക്ക് ലഭിച്ച വേക്കൻസി, ആ വേക്കൻസിയിലും വീണ്ടും തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെത്ര പേരെയായിരുന്നു വേണ്ടിയിരുന്നത്, താൻ എത്രാമത്തെ റാങ്കായിരുന്നു. എന്നാൽ തനിക്ക് മുമ്പുള്ള ആ കുട്ടി അത് ഓൾറെഡി ജോലിയുള്ള മകളാണ്. ആ മകള് ആ ജോലി ഈ മകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ എഴുതി കൊടുത്താൽ മാത്രമേ തനിക്ക് അവിടെ ജോലി സാധ്യതയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് സെഫാനിയായുടെ പുസ്തകത്തിൽ വീണ്ടും തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേയുണ്ട്, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. ഈ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു നാൻസിയുടെ ജീവിതം. തനിക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടായപ്പോഴും, അല്ലെങ്കിൽ തൻ്റെ ജോലി മേഖലയിലൊക്കെ, തൻ്റെ ശുശ്രൂഷയിൽ തനിക്ക് എത്രമാത്രം തിരക്കുള്ളപ്പോഴും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനും, അതൊക്കെ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന അമ്മയുടെ ഉടമ്പടി വചനത്തെ ഈ മകള് ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അങ്ങനെ അമ്മ പറഞ്ഞത് ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ അമ്മ ഈശോയോട് പറയുകയാണ്, ഈ മോളുടെ ഫയൽ നീ എടുക്കണം. അത് നീ എടുത്താൽ മാത്രമേ ആ ഫയൽ മുമ്പോട്ട് പോവുകയുള്ളൂ. അമ്മ പറഞ്ഞാൽ ഈശോ നിരസിക്കില്ല. അമ്മ അത്രമാത്രം അമ്മയുടെ വാക്കുകളെ പിതാവായ ദൈവം ആദരിക്കും. അത് സ്വർഗം പറഞ്ഞത് മുഴുവൻ കേട്ട അമ്മയാണ്. അങ്ങനെയുള്ള അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് നാൻസിയും അതുപോലെ നാം ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഇന്ന് അപ്പോയിൻമെൻ്റ് ഓർഡറുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇത് കൃപാസന അമ്മ തനിക്ക് കനിഞ്ഞു നൽകിയ കൃപയുടെ നിറവാണെന്ന് ഇന്ന് നാൻസി ഏറ്റുപറയുന്നു. അതുപോലെ പണി തീരാത്ത തൻ്റെ വീട് 5 വർഷമായിട്ട് തങ്ങൾ അതിന് പുറകെ ആയിരുന്നു. അതും തനിക്ക് പൂർത്തീകരിച്ച് ആ ഭവനത്തിൽ അമ്മയുടെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലിൻ്റെ വക്താവാകുവാനായിട്ട് തനിക്ക് കഴിയുന്നു. എല്ലാറ്റിലും ദൈവകൃപയാണ് നമ്മെ നയിക്കേണ്ടത്. തൻ്റെ ജീവിതത്തിലുടനീളം തനിക്ക് ലഭിച്ച ദൈവകൃപയുടെ സമ്പന്നത അത് ഇനിയും തൻ്റെ ജീവിതത്തിൽ താൻ മറന്നു പോകില്ല എന്നും അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കണം. അതുതന്നെയാണ് നാം ഓരോരുത്തരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ പറയുന്നതിന് മുൻപേ അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുവാനും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയെ വണങ്ങുന്നതിന് നമുക്കെല്ലാവർക്കും അവകാശം ലഭിക്കുന്നതിനുമായിട്ടാണ് നാം ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇന്ന് കുടുംബം അതിനുള്ള തെളിവായിട്ട് തൻ്റെ സാക്ഷ്യവുമൊക്കെ ഇവിടെ വന്ന് പങ്കുവെക്കുമ്പോൾ ഈ മകളോടൊപ്പം നമുക്കും ഹൃദയം ചേർക്കാം, കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം.